കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം മോഡലിങ്ങിൻ്റെ അല്ലെങ്കിൽ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോയെക്കുറിച്ചാണ്. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് മോഡലിങ്ങിന് വേണ്ടിയിട്ടുള്ള പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ആക്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പോർട്ട്ഫോളിയോ. പലർക്കും അഭിനയിക്കാനായിട്ടൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പലർക്കും മോഡലിംഗ് ചെയ്യാനായിട്ടാണ് താല്പര്യം. അപ്പം പോർട്ട്ഫോളിയോ എടുക്കുന്നതിൽ ചിലർക്ക് തെറ്റ് പറ്റാറുണ്ട്. ഞാൻ ആക്ച്വലി കുറേ പേർക്ക് പോർട്ട്ഫോളിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അംബിഷൻ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഏതിലേക്കാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഫസ്റ്റിലേ ഉണ്ടാകണം. ആക്ടിങ് എന്ന് പറയുന്നത് നമുക്ക് നന്നായി അഭിനയിക്കാനൊക്കെ അറിയാവുന്ന ആളുകൾ നമുക്ക് ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള പോർട്ട്ഫോളിയോ ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട്. കാരണം നമ്മൾ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സുകൾ ചെയ്താൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസുകൾ യൂസ് ചെയ്താൽ നമ്മൾ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം പെർഫെക്ഷൻ ഉണ്ടാകും എന്നുള്ളതിന് ഉള്ള ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ആക്ടിങ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ആക്ടിങ്ങിനുള്ള പോർട്ട്ഫോളിയോ നമുക്ക് മോഡലിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മോഡലിംഗ് ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ മോഡലിങ്ങിന് പറ്റിയ രീതിയിലുള്ള പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിൽ നമ്മൾക്ക് കൂടുതൽ നമ്മൾ കോസ്റ്റ്യൂമുകൾ, അതായത് ആക്ടിങ്ങിന് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പോലീസുകാരൻ്റെ ഡ്രസ്സ് ഇട്ടാൽ എങ്ങനെയിരിക്കും, ഒരു നാടൻ ഡ്രസ്സ് ഇട്ടാലിരിക്കും എങ്ങനെയിരിക്കും, എങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മോഡലിംഗ് പോർട്ട്ഫോളിയോയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി കൂടി നമ്മൾ ഡ്രസ്സുകൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഔട്ട്ഫിറ്റുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പോർട്ട്ഫോളിയോ ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പോർട്ട്ഫോളിയോ കൊണ്ട് കാര്യം ഉണ്ടാകുകയുള്ളൂ. പലർക്കും അത് തെറ്റിപ്പോകാറുണ്ട്. ഞാൻ പലപ്പോഴും പോർട്ട്ഫോളിയോ എടുക്കുമ്പോഴത്തേക്കും ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ എയിം എന്താണ്? അപ്പോൾ മോഡലിങ്ങോ ആക്ടിങ്ങോ ഏത് കിട്ടിയാലും ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ല. നിങ്ങൾ മോഡലിംഗ് ആണെങ്കിൽ ഉദ്ദേശിക്കുന്നെങ്കിൽ പോർട്ട്ഫോളിയോ തന്നെ നമ്മൾ ഹാർഡ് കോപ്പി നമ്മൾ ചെയ്യണം. ഈ ഹാർഡ് കോപ്പി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഡയറക്ടറെ കാണാനൊക്കെ പോകുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അവരെ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോഡലിംഗ് ഏജൻസിയിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് കോപ്പി ഉണ്ടാകണം, അല്ല അവരെ കാണിക്കാനായിട്ട് ഉണ്ടാകണം. അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കണം നമ്മുടെ ഹൈറ്റ് എത്രയാണ്, നമ്മുടെ വെയിറ്റ് എത്രയാണ്, നമ്മുടെ ഐ കളർ എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറ്, ഹെയർ കളറ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ മോഡലിംഗ് പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാർഡ് കോപ്പി അവിടെ പ്രിൻ്റ് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മളെ ഒരു വർക്ക് വന്നു കഴിഞ്ഞ് ഈ മോഡലിംഗ് ഏജൻസി നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും അവർക്ക് ഇതെല്ലാം നോക്കിയിട്ട് നമ്മളെ വിളിക്കാൻ സാധിക്കും. പക്ഷെ അത് നിർബന്ധമായിട്ട് ഹാർഡ് കോപ്പി കൊടുക്കണമെന്നില്ല, സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങൾ മെയിൽ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും കൊടുക്കാം. ആക്ടിങ്ങിനാണെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമുകൾ ഉപയോഗിച്ച് ഡിഫറെൻറ്റ് ലുക്കുകളിൽ നിങ്ങൾ ചെയ്ത സാധനങ്ങളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ റാമ്പിൽ പോകുന്ന മോഡൽസുകളുണ്ട്. അവർക്ക് ചില അനാറ്റമി ഇതൊക്കെ പറയുന്നുണ്ട്. അത് ഞാനൊരു ഇതായിട്ട് പറഞ്ഞല്ല, റാമ്പിൽ പോകുന്നതിന്. പിന്നെ അവർക്ക് ചില കാറ്റഗറൈസേഷൻ ഇതൊക്കെ ഉണ്ട്. ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമിൻ്റെ റാമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതൊക്കെ പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ആക്ടിങ് പോർട്ട്ഫോളിയോയും മോഡലിംഗ് പോർട്ട്ഫോളിയോയും ഇടയും ഡിഫറൻസ് മനസ്സിലാക്കി നിങ്ങളുടെ പാഷൻ ഏതാണ് അതിനേക്കുള്ള പോർട്ട്ഫോളിയോകൾ നിങ്ങൾ നിർമ്മിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതെ, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയി 4 ഫോട്ടോ എടുത്ത് ഒരു 3 ഡ്രസ്സിൽ 4 ഡ്രസ്സിൽ ഫോട്ടോ എടുക്കുന്നതല്ല പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ ചെയ്യുന്നത് ഒരു വൃത്തിയായി ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ പൈസ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ തയ്യാറാക്കണം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.